Hello everyone. Today we are going to check the visual imagery in the poem The Echoing Green by William Blake. നമ്മൾ ഈ പോയം ആദ്യം ചെയ്തതാണ്, വിച്ച് മീൻസ് ഇതിൻ്റെ സമ്മറി അപ്രീസിയേഷനും ഇതിൻ്റെ നമ്മുടെ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ വിഷ്വൽ ഇമേജറിയാണ് ചെയ്യുന്നത് ഈ പോയത്തിലെ. അപ്പോൾ എന്താണ് വിഷ്വൽ ഇമേജറി, അല്ലെങ്കിൽ ബിഫോർ ദാറ്റ് വാട്ട് ഈസ് ഇമേജറി ഇൻ പോയട്രി? പെയിൻറ് എ പിക്ചർ വിത്ത് വേർഡ്സ്. ഇൻ പോയട്രി ആൻഡ് ലിറ്ററേച്ചർ ദിസ് ഈസ് നോൺ ആസ് ഇമേജറി. പെയിൻറ് എ പിക്ചർ വിത്ത് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൾ കൊണ്ട് പടം വരയ്ക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇമേജറി ഇൻ പോയട്രി ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഇമേജറി ഇൻ പോയട്രി? ഇമേജറി ഇൻ പോയട്രി എന്ന് പറഞ്ഞാൽ, ഇൻ പോയട്രി ഇമേജറി ഈസ് എ വിവിഡ് ആൻഡ് വൈബ്രൻറ്റ് ഫോം ഓഫ് ഡിസ്ക്രിപ്ഷൻ ദാറ്റ് അപ്പീൽസ് ടു റീഡേഴ്സ് സെൻസസ് ആൻഡ് ഇമാജിനേഷൻ. നമ്മൾ വായനക്കാർ വായിക്കുമ്പം നമ്മുടെ സെൻസസിന്, ഇപ്പോൾ നമ്മൾ തൊടുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് കാണുന്നത് പോലെ, സ്മെൽ ചെയ്യുന്നത് പോലെ, അങ്ങനെയൊക്കെ തോന്നുകയും അതുപോലെ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും ഈ കവി എന്താണ് പറയുന്നതെന്ന് നമ്മുടെ ഭാവനയിൽ കാണാൻ പറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ള റൈറ്റിങ്ങിന് പറയുന്നതാണ് എന്ത്? ഇമേജറി. ഓക്കെ, ഇമേജറി ഇൻ എ പോയട്രി. ഓക്കെ, അപ്പം ഹൗ ഈസ് ഇമേജറി യൂസ്ഡ് ഇൻ പോയട്രി? ഇമേജറി അലൗസ് ദ റീഡർ ടു ക്ലിയർലി സീ, ടച്ച്, ടേസ്റ്റ്, സ്മെൽ ആൻഡ് ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം നമ്മൾ വായനക്കാർ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മളത് കാണുകയാണ്, അല്ലെങ്കിൽ നമ്മളത് ടേസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ സ്മെൽ ചെയ്യാണ്, ടച്ച് ചെയ്യാണ്, കേൾക്കുകയാണ്. ഇതൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും. ഓരോ വരികളും ഇങ്ങനെ വായിച്ചു പോകുമ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമാവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ സം കേസസ് ഈവൻ എംപതൈസ് വിത്ത് ദ പോയിറ്റ് ഓർ ദ സബ്ജക്റ്റ്. ചില സമയങ്ങളിൽ നമ്മൾക്ക് അതിലുള്ള ക്യാരക്ടേഴ്സിനോട് സിമ്പതിയോ എംപതിയോ ഒക്കെ നമ്മളും അവരുടെ ഭാഗമാണെന്നുള്ള തോന്നൽ പോലും ഉണ്ടാവും. ഇമേജറി ബ്യൂട്ടിഫൈസ് ആൻഡ് ഇൻറ്റൻസിഫൈസ് ദ പോയറ്റിക് വർക്ക്. ഓരോ കവിതേനെയും അതിൻ്റെ ബ്യൂട്ടി കൂട്ടുന്നതും അതിൻ്റെ ആഴം കൂട്ടുന്നതും ഒക്കെ ഇമേജറികളുടെ ഉപയോഗങ്ങൾ കൂടിയാണ്. അപ്പം സോ വാട്ട് ഈസ് വിഷ്വൽ ഇമേജറി? In this form of poetic imagery, the poet appeals to the reader's sense of sight by describing something the speaker or narrator of the poem sees. അപ്പോൾ ഇവിടെ കവി കാണുന്ന കാഴ്ചകളെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഫീൽ ചെയ്യും നമ്മളിത് ഈ കാഴ്ചകളൊക്കെ കാണുകയാണെന്ന്. അപ്പോൾ അത്രയും പവർഫുൾ ആയിരിക്കും അവരുടെ ലാംഗ്വേജ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിഷ്വൽ ഇമേജറി. It may include colors, brightness, shapes, sizes and patterns also. To provide readers with visual imagery, poets often use metaphors, simile or personification in their description. Visual imagery ന്റെ ഭാഗമായിട്ട് പോയിറ്റ്സ് എന്തെല്ലാം യൂസ് ചെയ്യും? മെറ്റഫർ യൂസ് ചെയ്യും, സിമിലി യൂസ് ചെയ്യും, അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷനും ഇതിൽ യൂസ് ചെയ്യും. ഇതൊക്കെ ഓരോ പോയറ്റിക് ഡിവൈസസ് ആണ്. നമ്മൾ പോയം നേരത്തെ ഡിസ്കസ് ചെയ്തപ്പം ഇത് സിമിലിയൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് ഈ പോയത്തിലുള്ള വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഈ പോയത്തിലെ ദ എക്കോയിങ് ഗ്രീനിലെ വിഷ്വൽ ഇമേജറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സൺ ഡസ് അറൈസ്, ദറ്റ് ഈസ് എ വിഷ്വൽ ഇമേജറി. ദ ഫസ്റ്റ് ലൈൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്. വി സീ ദ ഹാപ്പി സ്കൈ, റൈറ്റ്? The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush. The skylark and the thrush, the birds of the bush. എന്താണ്? വിഷ്വൽ ഇമേജറിയാണ്. Sing louder around to the bells' cheerful sound, while our sport shall be seen on the echoing green. While our sport shall be seen on the echoing green is a visual imagery. The last lines in the first stanza. Old John with white hair, that is a visual imagery. വെളുത്ത മുടിയുള്ള ഓൾഡ് ജോണിനെ നമുക്ക് ഇങ്ങനെ കണ്ണുകളിൽ കാണാം, റൈറ്റ്? Does laugh away care, sitting under the oak is a visual imagery among the old folk. കുറച്ച് പ്രായമായ ആളുകളുടെ കൂടെ ഈ ജോൺ ഇരിക്കുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. Among the old folk. They laugh at our play.
and soon they all say, such were the joys when we all, girls and boys, in our youth time were seen on the echoing green. In our youth time were seen on the echoing green is a visual imagery. The last line in the second stanza. The third stanza, till the little ones weary, no more can be merry. The sun does descend. അസ്തമിക്കുന്ന സൂര്യൻ എന്താണ്? ഒരു വിഷ്വൽ ഇമേജറിയാണ്. ആൻഡ് അവർ സ്പോർട്സ് ഹാവ് ആൻ എൻഡ്. ദാറ്റ് ഓൾസോ ഈസ് ആൻ വിഷ്വൽ ഇമേജറി. റൗണ്ട് ദ ലാപ്സ് ഓഫ് their mother, many sisters and brothers, like birds in their nest. Okay, like birds in their nest, are ready for rest is a visual imagery. പക്ഷികൾ കൂടിലേക്ക് തിരിച്ച് പാറുന്നത് പോലെ ഈ കുട്ടികൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു സിമിലി കൂടിയാണ്. ലൈക്ക് എന്ന് യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്? ഉപമിക്കാണ്. സോ ദാറ്റ് ഈസ് എ സിമിലി ഓൾസോ. ഇറ്റ് ഈസ് എ വിഷ്വൽ ഇമേജറി. ആൻഡ് സ്പോട്ട് നോ മോർ സീൻ ഓൺ ദ ഡാർക്കനിങ് ഗ്രീൻ. ആ ഇക്കോയിങ് ഗ്രീനിൽ പിന്നെ കുട്ടികൾ കളിക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. ഒരു കാലിയായ ഒരു ഇക്കോയിങ് ഗ്രീനാണ്, ഡാർക്കനിങ് ഗ്രീനാണ് നമ്മൾ കാണുന്നത്. അതൊരു വിഷ്വൽ ഇമേജറിയാണ്. സോ ഇതൊക്കെയാണ് ഇതിൽ കാണുന്ന വിഷ്വൽ ഇമേജറി. ഓക്കെ, സോ ഇതിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. ഇമേജറി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 7 types ഓഫ് ഇമേജറീസ് ആർ ദെയർ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഷ്വൽ ഇമേജറി മാത്രമാണ്. So that's all for today. Thank you for watching.